സങ്കീർത്തനം 24. സങ്കീർത്തനങ്ങളുടെ 1-ാം പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചതാണ്. യഹോവയെ മഹത്വത്തിൻ്റെ രാജാവായി പ്രഖ്യാപിക്കുന്നതിനാൽ ഇത് ഒരു രാജകീയ സങ്കീർത്തനമാണ്. സർവ്വഭൂമിയും യഹോവയുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മഹത്വഗീതമാണ് ഇത്. വിശുദ്ധ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകത ദാവീദ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരുവാനുള്ള രാജാധിരാജനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തോടെയുള്ള വരവിൻ്റെ പ്രവചനമുള്ളതിനാൽ മശിഹാ സങ്കീർത്തനമായും ഈ സങ്കീർത്തനത്തെ കണക്കാക്കപ്പെടുന്നു. സങ്കീർത്തനം 24. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.